ഇവിടെയാണ്. ഇവിടെ നത്തവിടെ കിടപ്പുള്ളൂ കേട്ടാ. എവിടെ? അവിടെ ഇന്നലെ സന്ധ്യയ്ക്ക് വന്ന് കിടക്കണ കിടപ്പാ. നാരായണ, ശരി പേര് വിളിച്ചപ്പോ എണീച്ചല്ലോ. ഇത് എന്തുറക്കോടാ? മയങ്ങിപ്പോയി. നല്ല മയക്കാ. ഇപ്പൊ ഒന്ന് കിടന്നോളാ. എപ്പോ? സന്ധ്യ. ആ, അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ ഇപ്പൊ എന്താണെന്നറിയാം? ഉറങ്ങിപ്പോയി. നിനക്ക് കിട്ടിയ പേര് കറക്റ്റാ, നത്ത്. നത്ത് നിന്റെ തന്ത ഇടിയൻ രാമു. ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു. കിട്ടിയ മുഴുവൻ തീർത്തു അല്ലേ? പിന്നെ കാശ് കീശയിലുണ്ടേ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ. നോക്കട്ടെ, കാശുണ്ട്. നോക്കട്ടെ, കാശുണ്ടെന്നേ നോക്കട്ടെ. ഒരുപാടുണ്ടല്ലോ. 1 രൂപ 45 പൈസ. ഇനി ആരെങ്കിലും പിപ്പിടി കാണിച്ച് കാശ് കിട്ടണവരെ മിണുങ്ങാൻ എന്തോ ചെയ്യും? എന്റെ കുടുംബത്തോട് ആ മീൻകറി ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല. ഞാൻ മരുന്നില്ല പോരെ. എടാ, ഇനിയെങ്കിലും പഠിക്കേ, മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക്. ഓ, ഒരു പുണ്യാളച്ചൻ. നീ എന്നാടാ മനുഷ്യന്മാരായത്? നമ്മൾ ഒരുമിച്ച് കുറെ പയറ്റിയതല്ലേ? ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും മനുഷ്യന്മാരായി മര്യാദക്കാരനായി. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം. ജീവിച്ചോ? എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തല്ലുകൊണ്ടങ്ങ് ചാവ്. എടാ ചത്താ നീയൊന്നും തിരിഞ്ഞു നോക്കണ്ടാ പുല്ലേ. ആ, ചോറ് കളയതുണ്ട് മോളെ. ഇന്ന് എന്താ അത്ര വലിയ ആലോചന? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ നാരായണനെ കണ്ടിരുന്നു. എന്നിട്ട് പിണങ്ങിയല്ലേ? പിണങ്ങിയൊന്നുമില്ല. ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു. അവനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കൈ കാശുമില്ല. കുറച്ച് ചോറും കൂടാനെടുത്ത് വെച്ചേക്ക്, ചിലപ്പോ വരും. പിണങ്ങിയാ പോയതെങ്കിൽ ഇനി വരണ കാര്യം സംശയ. ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അല്ലെങ്കിൽ ആരുടെങ്കിലും കൈ കൊടുത്തേക്കാം. എന്നാ കൊണ്ടു കൊടുത്തേക്കാ, അതാ നല്ലത്. അല്ലെ തിരിച്ചു കൊടുത്തയക്കും. ചത്താലും വാശി കൊടുത്തില്ലല്ലോ. എന്തിനാ വന്നേ? എനിക്ക് തോന്നിട്ട് അന്ന് വാങ്ങിച്ചെന്ന വണ്ടി ചീത്തയായി പോയി. അത് പോട്ടെ, മാമൻ അതിനേക്കാളും വലിയൊരു വണ്ടി വാങ്ങിച്ചു കേട്ടോ. ഇപ്പൊ വാങ്ങിച്ചു തരുമോ? ഇപ്പൊ വാങ്ങിച്ചേരാൻ മാമന്റെ കയ്യിൽ നോട്ടടിക്കി വെച്ചിരിക്കല്ലേ? കാശ് ഇന്ന് വരും നാളെ പോവും അല്ലേ മോളെ? നിന്റെ അച്ഛന്റെ അമ്മയുടെ വിചാരം കാശ് കുടുക്കയിലിട്ട് കുലുക്കിയ ഇരട്ടിയാവുന്ന അത് പൂത്തു പോവില്ലേ? മോള് പറ, കാശ് എന്തിനുള്ളതാ? പൊട്ട് വാങ്ങാം, വള വാങ്ങാം, മാല വാങ്ങാം, ബീഡി വാങ്ങാം, ചായ വാങ്ങാം, വെള്ളം വാങ്ങാം. അങ്ങനെ ചെലവാക്കാനുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തക്കില്ല. ആയിക്കോ, ആർക്കാ ഛേദം? ദാ ചോറുണ്ട്. എനിക്ക് വിശപ്പില്ല, ഞാനുണ്ട്. രണ്ടും കൂടി പറയരുത്. ഒന്നെങ്കിൽ വിശപ്പില്ലെന്ന് പറയാ, അല്ലെങ്കിൽ കഴിച്ചെന്ന് പറയാ. വീര്യം കാണിക്കണ്ട. നല്ല മീൻകറിയാ. കൊടമ്പുളി ഇട്ട് വെച്ച നല്ല അസല മീനാ. ദാ വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കളാം കേട്ടോ. കഷ്ടപ്പെട്ട് തിന്നണ്ട. ഞാൻ നാണയില്ലാണ്ട് വെട്ടിവഴിങ്ങുന്ന നീ നിന്റെ കെട്ടിയോട് ചെന്ന് പറയണ്ട. ഓ, എന്റെ കെട്ടിയോന്ന് അറിയാൻ പാടില്ലാത്ത ഒരാള്. വാ മോളെ, ടാറ്റ പറ മോളെ. ആ, വണ്ടിയുടെ കാര്യം മറക്കില്ല കേട്ടാ. നത്തിന്റെ അച്ഛൻ കളിപ്പിക്കല്ലേ.
ഓടണ്ട പപ്പാതി. നത്തന്റെ അച്ഛൻ. സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് 50-50. അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി. ഓടണം. പിടി കിട്ടിയല്ലേ? കിട്ടാവിടെ പോനാ, ഞാൻ വിടുവോ? കാര്യമില്ലാത്ത കാര്യം തല്ലൂറെ കൊണ്ടു. സാരമില്ല, എന്നാ ബാഗ്. വളരെ നന്ദിയുണ്ട്. പോയി എന്നാ വിചാരിച്ചത്. ഓഹാലെന്താ അതിനകത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. ഇതെവിടെ ഇരുന്ന്? ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടമുണ്ട്. കൊളുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നതാ. ഭാഗ്യം പോയില്ല. വേറൊന്നും തോന്നരുത്. ഇത് മരുന്ന് വാങ്ങിക്കാൻ തയ്യല്ലോ. ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളൂ, മറക്കില്ല. ഓ ധാരാളായി. ഇനിയിപ്പോ വിശപ്പുണ്ടാവുന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും ബാഗ് കിട്ടില്ലേ, പെങ്ങള് പോ. നമ്മള് തല്ലുകൊണ്ട് മിച്ചം. എന്താ ഇത്ര വൈകിയത്? ഓ ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് ഒരു അപകടം പറ്റി. എന്റെ മാലയുടെ കൊളുത്ത് പൊട്ടിയിട്ട് ഞാനത് ഊരി ബാഗിലിട്ടു. ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരുത്തൻ ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം. എന്നിട്ട് കിട്ടി. ഹലോ, അതെ സാർ ജോലി തിരക്കിലാണല്ലോ. ഓ കൊടുക്കാം. സാറേ സാറേ ഫോൺ പിന്നെ വിളിക്കാൻ പറയടോ. വീട്ടിൽ നിന്ന് ഭാര്യയാണ് സാർ. ഹലോ, എന്താ ത്രേസ്യാമ്മേ? ഇല്ല, ഞാനൊരു ഫയല് നോക്കിയായിരുന്നു. ഇന്ന് എത്താൻ പറ്റില്ല. ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ ഞാൻ. അതെന്താ മനസ്സിലാക്കാത്തെ? കാറ് വർക്ക്ഷോപ്പിലായത് എന്റെ കുറ്റാണോ? ഒരു ടാക്സി വിളിക്ക്. പിടിച്ചു പറിക്കാൻ പറ്റുമോ? തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. വൈഫ് വൈഫ് വൈഫ്. ഞങ്ങള് കോൺട്രാക്ടർമാരെ ഇങ്ങനെ ഇട്ട് പിഴിയരുത് സാറേ. ഞാൻ പിഴിഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ എന്നിട്ട് ഇങ്ങനെ കുരങ്ങളിപ്പിക്കണേ? മനസ്സിലായില്ല. കുരങ്ങ് നിങ്ങളെ കളിപ്പിക്കുന്നു അതോ നിങ്ങൾ കുരങ്ങനെ കളിപ്പിക്കുന്നു? ആ കുരങ്ങന്നെ പാമ്പിനെ പിടിച്ച പോലെയായി. ഒന്നുകിൽ കുരങ്ങി ആവണം, അല്ലെങ്കിൽ ഞാൻ ചാവണം. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. നിങ്ങളുടെ പുതിയൊരു ഇല്ലേ, ഒരു മൊഷടൻ. അയാളുടെ ഉദ്ദേശം എന്താ? കോൺട്രാക്ടർമാരെ നശിപ്പിക്കണമെന്നാ. എല്ലാവരും കൂടി ഒത്തു കളിക്കായിരിക്കും അല്ലേ? അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്തണ്ടേ? നടത്തിക്കോട്ടെ. ചുക്കിനും ചുണ്ണാമ്പിനും ഒക്കെ കയറി ഇടപെടണമെന്ന് വെച്ചാ ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നും അല്ല. കാണേണ്ടവരൊക്കെ കാണേണ്ട പോലെ കാണുന്നുണ്ട് ഇല്ലേ? ആ അത് പോട്ടെ. എന്താ അയാൾ പറയണേ? ഞങ്ങളുടെ പണികൾക്ക് തൃപ്തികരല്ലാത്രേ. സിമന്റ് പോരാ, കമ്പി പോരാ, കട്ട നാലാന്തരം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം. അയാൾക്ക് എന്താ വീക്ക്നെസ് എന്ന് വെച്ചാൽ അതങ്ങനെ കൊടുത്തേക്ക്. കള്ള് വേണ്ട, കാശ് വേണ്ട, പെണ്ണ് വേണ്ട. വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു. മ്യൂസിക്കാണത്രേ, മ്യൂസിക്. താൻ എന്റെ നെറുക പൊളിക്കും. കൊട പിടിക്കണമെന്ന് പറഞ്ഞില്ലടോ. സാർ വെയില്. എന്നാ പണിക്കാർക്കെല്ലാം ഓരോ കൊട പിടിച്ചു കൊടുക്കും. ശ്രമിക്കാം സാർ. ഓരോ ഓലക്കൊട കൊടുക്കാം. അതാകുമ്പോ തല വെക്കാലോ. തന്നെ കളിയാക്ക? അയ്യോ, സാർ പറഞ്ഞാൽ ഏതാണ് കളി ഏതാണ് കാര്യം എന്ന് മനസ്സിലാവില്ല സാർ. അശോക ഉടക്കരുത്. അയ്യോ അല്ല സാർ, പണിത് രണ്ടാമത് പൊളിച്ചു പണിന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല സാർ. ഞാൻ പറഞ്ഞു കളിയായിരിക്കുമെന്ന്, പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന്. അത് ഞാൻ മനസ്സിലാക്കി തരാം. ബില്ലിൽ ഞാനൊരു ഒബ്ജക്ഷൻ എഴുതി വെച്ചാലേ വെള്ളം കുടിക്കും. വെള്ളം വെള്ളോ സർവത്തന്നെ ആയിക്കോട്ടെ. രണ്ട് സർവത്തുണ്ടോടാ. ആ
പാലും പഴവും കൈകളിലേന്തി പാലും പഴവും നിർത്തണോ? മ്യൂസിക് എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ. അല്ല സാർ, ഏതാ എന്റെ രാഗം? കഴുതരാഗം. എന്താ ഇത്ര വൈകിയേ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. ഇന്നും കുടിച്ചു അല്ലേ? കുറച്ച് ഒരു കമ്പനി ഉണ്ടായിരുന്നു ഓമനെ. എന്നും ഉണ്ടല്ലോ കമ്പനി. എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടല്ല എന്ന് ആര് പറഞ്ഞു? എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. എപ്പോ? പിന്നെ മമ്മി ക്ലബിൽ പോയിരിക്കേ ഡാഡി. നിന്നോട് ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞെ. ഡാഡിക്ക് പറഞ്ഞൂടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബിൽ പോണ്ടെന്ന്? പറയണം. മമ്മി ഇല്ലാത്തപ്പോ അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി. ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓ, ഒരു മമ്മിയും കുമ്മിയും. ഓമനെ, എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാലെന്താ? ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാനിവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ച് തന്നെയാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്താനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂടാ. എനിക്കറിയാം. കരയല്ലേ? എന്നെ ചതിക്കരുത്. അപ്പൊ എന്നെ ചോദിച്ചതോ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വിടാൻ പറഞ്ഞില്ലേ? ഞാൻ വിടില്ല. വന്നോണ്ടല്ലോ അല്ലാതെ. വരുന്നു. വായിച്ചു നോക്കൂ. കത്ത അത് മുഴുവൻ തകർത്തു. നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് പരിഗണത്? ഒരു ഗുളിക കഴിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ. ആ പെണ്ണിന്റെ ഓമന. ആവോ, പറ്റിയ സാധനം. ഇങ്ങനെ വൃത്തിയും വെടുപ്പില്ലാത്തൊരു ജന്തു. ഒന്ന് മാറി എനിക്ക്. ഏത് നേരം നോക്കിയാലും ഉറക്ക അസത്ത്. ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ നീ ഇവിടെ ഉണ്ടായില്ലടി. വെള്ളം വേണമെങ്കിൽ എന്നോട് പറയണ്ടേ? പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. 2 ആഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. എന്റെ പുണ്യാണ്. ഓമനെ, ഡി പൊട്ടി ഇവിടെ ജനലേക്ക്. സത്യാണോ നീ എഴുതിയത്? അമ്മയാണോ സത്യം?